ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജോത്സ്യം വിളിക്കാനായിട്ട് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഇന്ന് തന്നെ നമ്മൾ ആ ഒരു ചെടി, അതായത് മറച്ച് വെച്ചിരുന്ന ചെടി ഇന്ന് തന്നെ നമുക്ക് തുറന്ന് നോക്കാം. അത് തുറക്കുമ്പോൾ അത് വിളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല. അതുപോലെ തന്നെ അതിനി കരിഞ്ഞു പോയിരിക്കുകയാണെങ്കിൽ തടസ്സങ്ങളൊന്നും തന്നെ മാറിയിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വിശിഷ്ട ദിവസമാണ് ഇന്ന്, പൗർണമിയാണ്, ഇന്ന് തന്നെ നോക്കാം എന്നൊക്കെ പറയാണ് കേട്ടോ ജ്യോത്സ്യൻ. അങ്ങനെ ആ വിവരം ദേവയാനി വന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് നയനയോട് തുറന്ന് നോക്കാൻ പറയാണ് മുത്തശ്ശനും മുത്തശ്ശിയും. അങ്ങനെ എല്ലാവരും അവിടെ കൂടിയിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ ചെറിയമ്മയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്. ചെറിയമ്മ പറയുന്നുണ്ട്, എനിക്ക് നല്ല ടെൻഷനുണ്ട്, അത് ചെടി ഇനി ഒരുപക്ഷെ മുളച്ചില്ലെങ്കിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അനിയുടെ മുഖത്തും നല്ല ടെൻഷനുണ്ട് കേട്ടോ. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ നയന പറയുന്നുണ്ട്, എന്തിനാ ചെറിയമ്മ ഇങ്ങനെ നടക്കത്തില്ല എന്ന് ഓരോ കാര്യങ്ങളും നേരത്തെ പ്രവചിക്കുന്നത്. എന്തായാലും ചെടി നന്നായിട്ട് മുളച്ച് വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അനിയുടെ സ്വഭാവം കൊണ്ട് എന്തായാലും അത് ചെടിക്ക് യാതൊരുവിധ കേടോ ഒന്നും തന്നെ സംഭവിക്കില്ല. അതുപോലെ തന്നെ അനിയുടെ ഇഷ്ടപ്പെട്ട ആളെ തന്നെ അനിക്ക് വിവാഹം കഴിക്കാനും സാധിക്കും. ഈശ്വരാനുഗ്രഹം അവന് ഒരുപാടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ടോ. അവൻ്റെ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവൻ്റെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സാധിക്കും. ചെറിയമ്മ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറയാണ്. അങ്ങനെ ശേഷം അവരെല്ലാവരും കൂടെ ആ ചെടി ഒരു പൂജാമുറിയിലൊക്കെ ആയിരിക്കും കേട്ടോ വെച്ചിരിക്കുന്നത്. അങ്ങനെ ആ ചെടിയുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ജലജയാണെങ്കിൽ ആകെ സന്തോഷത്തിൽ നിൽക്കുകയാണ്. എന്നിട്ട് ജലജ അഭിയോട് പറയുന്നുണ്ട്, എല്ലാവരും ഭയങ്കര ഓവർ കോൺഫിഡൻസിലാണ് ചെല്ലുന്നത്, എല്ലാം തകിടം അറിയും, ഇപ്പോൾ കണ്ടോണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ അമ്മയ്ക്കറിയാം, അതെന്താ അമ്മ സംഭവം എന്നിങ്ങനെ അഭി ചോദിക്കുകയാണ് കേട്ടോ. അത് പിന്നെ ചെടി കൊണ്ടുവന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അതിനകത്ത് സാനിറ്റൈസർ അടിച്ചിട്ടുണ്ട്, അങ്ങനെ വളരാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഇതൊന്നും എന്നോട് പറഞ്ഞില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് ചെയ്തു എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ നയനയാണെങ്കിൽ ആ കൊട്ട ഇങ്ങനെ മാറ്റി ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും ചെടി നല്ല സൂപ്പറായിട്ട് തളർത്ത് വളർന്നിട്ടുണ്ടായിരിക്കും കേട്ടോ. അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകാണ്, എല്ലാവരുടെയും മനസ്സ് തന്നെ നിറയാണ് കേട്ടോ. നമ്മുടെ എനിക്കും ഒരുപാട് സന്തോഷമാകാണ്. ആ സമയത്ത് അനിയുടെ ഫോണിലേക്ക് അനാമിക വിളിക്കുകയാണ്. പെട്ടെന്ന് നമ്മുടെ ആദ്യം പറയുന്നുണ്ട്, ആരുടെ? അനാമികയാണ്. അതെ ഏട്ടാ, എന്നാൽ പറഞ്ഞേര്, എല്ലാ തടസ്സങ്ങളും മാറി, ഇനി അടുത്തത് കല്യാണം ഒരുക്കമാണെന്ന് പറഞ്ഞേക്കാൻ പറയാണ് കേട്ടോ. അങ്ങനെ അനി വളരെ സന്തോഷത്തോടെ തന്നെ ഫോണ് വിളിച്ചുകൊണ്ട് പോവുകയാണ്. മുത്തശ്ശനും പറയുന്നുണ്ട്, അതെ, ഇനി കല്യാണം ഒരുക്കം തന്നെയാണ് ഇവിടെ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അഭി ചോദിക്കുന്നുണ്ട്, അമ്മ സാനിറ്റൈസർ അടിച്ചെന്ന് തൊട്ട് ഇതെന്താ സംഭവിച്ചത്? അത് തന്നെയാണ് ഞാനും ആലോചിക്കുന്നത്, ഞാൻ അടിച്ചതാണ്, പക്ഷേ പിന്നെ എന്ത് സംഭവിച്ചെന്നിടത്തും പിടിയും കിട്ടുന്നില്ല, എന്തൊക്കെയോ ഇവിടെ തകിടം മറിയുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. ഉടനെ അഭി പറയുന്നുണ്ട്, അതെങ്ങനെ, നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അതെങ്ങനെങ്കിലുമൊക്കെ കലങ്ങിപ്പോകും എന്നൊക്കെ ഇങ്ങനെ അഭിയും പറയാണ്. ശേഷം കാണിക്കുന്നത് നമ്മുടെ നയനയാണെങ്കിൽ കിച്ചണിൽ നിൽക്കുമായിരിക്കും. ഇതേ സമയത്ത് അനി അവിടേക്ക് പറഞ്ഞിട്ടുണ്ട്, എടത്തി താങ്ക്സ് എന്ന് പറയാണ്. താങ്ക്സ്? നീ എന്തിനാ എനിക്ക് താങ്ക്സ് പറയേണ്ടത്? ഞാനല്ല നിന്നോട് അങ്ങോട്ട് ആശംസകൾ അറിയിക്കേണ്ടത്. എന്തായാലും വിവാഹാശംസകൾ, നീ ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടാൻ പോവല്ലേ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അതിന് കാരണക്കാരി ഏട്ടത്തിയല്ലേ? ഞാൻ എന്ത് കാരണക്കാരിയാ? എല്ലാ തടസ്സങ്ങളും മാറി, എല്ലാ പരിഹാര പൂജകളും ഒക്കെ ചെയ്തതും ഒക്കെ നിങ്ങളല്ലേ. അതിൻ്റെ കടാക്ഷം കൊണ്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് അവസാനിച്ചു, അത്രയേ ഉള്ളൂ. അല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏട്ടത്തിയുടെ കാര്യങ്ങളാണ്, എനിക്ക് നന്നായിട്ട് അറിയാം. എന്താ നീ പറയണത്? ഞാൻ കണ്ടിരുന്നു ചെടി കൊണ്ടുവന്ന ദിവസം, അന്ന് രാത്രി ഏട്ടത്തി ചെടിയുടെ അടുക്കിലേക്ക് വന്നതും ആ ചെടിച്ചട്ടി മാറ്റി വെച്ചതും എന്നിട്ട് പൂജാമുറിയിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിരുന്നു. എനിക്ക് എൻ്റെ ഏട്ടത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ഏട്ടത്തി മാത്രമല്ല, ഇപ്പോൾ എൻ്റെ ഒരു അമ്മയുടെ സ്ഥാനം കൂടെ ഞാൻ ഏട്ടത്തിക്ക് നൽകുകയാണ്. ഏട്ടത്തി, എന്തായാലും ഏട്ടത്തിയെപ്പോലെ ഒരാളെ കിട്ടിയത് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഏട്ടത്തിക്ക് നല്ലത് മാത്രമേ വരികയുള്ളൂ. എന്തായാലും എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഏട്ടത്തി അമ്പലത്തിൽ വെച്ചും ആ വഴിപാടുകളും പരിഹാരക്രിയകൾ ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്തു. ഇപ്പോൾ ഇതും എല്ലാം കൊണ്ടും ഏട്ടത്തി എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഏട്ടത്തി, എനിക്ക് എങ്ങനെ ഏട്ടത്തിയോട് നന്ദി പറയണമെന്ന് അറിയില്ല എന്നൊക്കെ ഇങ്ങനെ അഭി പറയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് ആദ്യമാണെങ്കിൽ അനി പറയണ എല്ലാ കാര്യങ്ങളും കേട്ടുകൊണ്ട് ആ കിച്ചൻ്റെ സൈഡിൽ നിൽപ്പുണ്ടായിരിക്കും. ആദ്യക്ക് ഒരുപാട് സന്തോഷമാകാണ്. അങ്ങനെ ആദ്യം ചെന്ന് നയനയോട് താങ്ക്സ് പറയുന്നുണ്ട്. എന്തിനാ എനിക്ക് താങ്ക്സ്? അല്ല, അനിയുടെ ജീവിതം ഭദ്രമാക്കാൻ, അവൻ ആഗ്രഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ നീ അവനെ ഹെൽപ്പ് ചെയ്തില്ലേ, അതിനാണ്. ഇന്ന് എല്ലാവരും ദുഃഖിതരായി നിൽക്കേണ്ട ഒരു വീടാണിത്, പക്ഷേ നീ എല്ലാവരുടെ മുഖത്ത് സന്തോഷം കൊണ്ടുവരിച്ചില്ലേ, അതുകൊണ്ട് നിനക്ക് ഒരുപാട് താങ്ക്സ് നയന എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ചേച്ചിയുടെ കാര്യത്തിൽ ചെയ്തത്.
അവരുടെ ജീവിതം സംരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കള്ളം പറഞ്ഞു. പക്ഷേ സ്വന്തം അനിയൻ്റെ കാര്യം വന്നപ്പോൾ അത് ന്യായീകരിക്കുകയല്ല ആദ്യേട്ടൻ. അതൊരിക്കലും നീ ഇതുമായിട്ട് കമ്പയർ ചെയ്യില്ല. അത് കള്ളം പറഞ്ഞതാണ്. ഇതെന്ന് പറഞ്ഞാൽ അതെല്ലാവരും വഞ്ചിച്ചതാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നല്ലൊരു ജീവിതം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അതും ഇതും തമ്മിൽ നീ ഒരിക്കലും കമ്പയർ ചെയ്യരുത് നയന. എന്തായാലും നിനക്ക് ഒരുപാട് താങ്ക്സ്. അനിയുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എൻ്റെ കൂടപ്പിറപ്പുകൾക്ക് എപ്പോഴും നല്ലത് വരാനേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഫസ്റ്റ് എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ നയന ആദ്യ പോയതിനു ശേഷം ഇങ്ങനെ സ്വയം പറയുന്നുണ്ട്, സ്വന്തം അനിയൻ്റെ കാര്യം വന്നപ്പോൾ എല്ലാത്തിനും ഓരോ ന്യായീകരണങ്ങളുണ്ട്. എന്നാൽ എൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാണ്, അവളുടെ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ എന്നാ തെറ്റ് മറച്ച് വെച്ചതെന്ന് മാത്രം ആരും ചിന്തിക്കുന്നില്ലല്ലോ. അതങ്ങനെയല്ലേ വരൂ എന്നിങ്ങനെ പറഞ്ഞിട്ട് നയന പോകുകയാണേ. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ കുറിയൊക്കെ അടിച്ച് ആ കുറി പൂജിക്കുന്ന സമയത്ത് നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ നീ ആ കുറി എടുത്ത് പൂജിച്ചുകൊണ്ട് വാന്ന് പറയാണ്. അങ്ങനെ കുറി പൂജിക്കാൻ നേരം നമ്മുടെ ജലജ പറയുന്നുണ്ട്, ഇപ്പം കണ്ടോണം അത് കത്തി എരിയുന്നത്, അതെന്താമേ ഞാൻ അതിനകത്ത് ഒരു ആസിഡ് കലർത്തിയിട്ടുണ്ടെന്ന് പറയാണ്. അങ്ങനെ ആ കുറി ഇങ്ങനെ പൂജിക്കുന്ന സമയത്ത് പെട്ടെന്ന് തീ അതിലേക്ക് ആളി പടരുകയാണ്. അങ്ങനെ ആ കുറി പെട്ടെന്ന് കത്തിപ്പോവുകയാണ് കേട്ടോ. ഇത് കാണുന്ന അനാമികയുടെ അമ്മയ്ക്ക് ആകെ ദേഷ്യം വരികയാണ്. എന്നിട്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് പറയുന്നുണ്ട്, ഇവൾ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത് നോക്കി, നല്ലൊരു ദിവസമായിരുന്നു, എന്തായാലും അത് നശിപ്പിച്ചില്ല, ഇത് ദുശകനമാണ്. ഇവൾക്ക് എൻ്റെ കുട്ടി ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നതേ ഇഷ്ടമല്ല, അതിനുവേണ്ടി എന്തൊക്കെയൊക്കെയോ കാട്ടി കൂട്ടുവാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആകെ സങ്കടപ്പെടുത്താനായിട്ട്. ഇത് കേൾക്കുന്ന നയനെ ഒരുപാട് കരയാണ്. അനാമികയും കൂടെ സപ്പോർട്ട് പിടിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേൾക്കുന്ന അനിക്ക് ഒട്ടും അത് താങ്ങാനാവുന്നില്ല. അനി തൻ്റെ ഏട്ടത്തിക്ക് സപ്പോർട്ട് പിടിക്കുകയാണ്. എന്തൊക്കെ ഈ പറയുന്നത്, ഏട്ടത്തിക്ക് ഒരു കയ്യബദ്ധം പറ്റിയതില്ലേ, എൻ്റെ ഏട്ടത്തിയാണ് ഈ കല്യാണം നടത്താൻ എല്ലാവരേക്കാളും മുൻപന്തിയിൽ നിന്നത്, ഏട്ടത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിപ്പോകരുതെന്ന് അനിയും പറയുകയാണേ. ഉടനെ നമ്മുടെ ആദ്യം പറയുന്നുണ്ട്, നയനെ എനിക്ക് നന്നായിട്ട് അറിയാം, മറ്റാർക്കറിയില്ലെങ്കിലും അവൾ എന്തായാലും ഒരു തരത്തിലുള്ള കുഴപ്പങ്ങളും കാണിക്കില്ല, ഇത് അവളുടെ ഭാഗത്തു നിന്ന് വന്നൊരു തെറ്റാണ്, അല്ലെങ്കിൽ തന്നെ തീ കയറി പിടിച്ചിന് അവളെന്ത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവൾ ഓരോരുത്തർക്കും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആരും മറന്നു പോകരുത്, ചുമ്മാ കാര്യം മറന്ന് സംസാരിക്കരുത് എന്നൊക്കെ ഇങ്ങനെ ആദ്യം ദേഷ്യപ്പെടുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശനും പറയുന്നുണ്ട്, അതേ നയന മോളെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വഴക്ക് പറയേണ്ട അധികാരമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അനാമികയുടെ അമ്മ അങ്ങനെ എല്ലാവരുടെയും മുമ്പിൽ അങ്ങ് ഇതായി പോവുകയാണ്. പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട്, അയ്യോ ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞില്ല, പെട്ടെന്ന് നല്ലൊരു ചടങ്ങല്ലായിരുന്നു, പെട്ടെന്നൊരു ദുശകനം പോലെ ഇങ്ങനെ സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഒരു വേവലാതി കൊണ്ട് ഞാൻ പറഞ്ഞു പോയതെന്ന് എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അങ്ങനെ കാണിച്ചുകൊണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് തീരുന്നത്. എന്തായാലും വളരെ രസകരമായ മുഹൂർത്തങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.